ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഷാരോൺ. ഞാൻ കുറച്ച് നാളായിട്ട് കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഫേമിൽ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന്റെ പ്രതിസന്ധി ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് യുദ്ധം ഓരോരുത്തരെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ താമസിക്കുന്ന സ്ഥലം ഒണ്ടാറിയോ എന്ന പ്രൊവിൻസിലെ കോപ്പർക്ക് എന്നുള്ള സ്ഥലത്താണ്. എന്റെ ജോലി സ്ഥലം ഒണ്ടാറിയോയിലെ തന്നെ പ്രോവിൽ എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ ഏതാണ്ട് 220 കിലോമീറ്റർ ഉണ്ട് ഡിസ്റ്റൻസ്. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം എനിക്ക് ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഓരോ ദിവസവും ഡ്രൈവ് ചെയ്ത് പോകും നമുക്കുണ്ടാകുന്ന ചെലവാണ് ഇപ്പൊ ഇത് നമ്മളെ എങ്ങനെ നേരിട്ട് ബാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നേരത്തെ എനിക്കൊരു $50 ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഗ്യാസ് എന്ന് പറയും, പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റും. ഇപ്പൊ അതെനിക്കൊരു $67 ചെലവ് വരും. അതായത് ഏതാണ്ട് $17 ഒരു ദിവസം വ്യത്യാസം. $17 എന്ന് പറയുന്നത് കനേഡിയൻ ഡോളറാണ് ഞാൻ പറയുന്നത്. അപ്പോ $17 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു $1200 ഓരോ ദിവസവും. $17 എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് $1200 അഡീഷണൽ ചെലവ് വരും. ഇന്ത്യയിലാണെങ്കിൽ പെട്രോളിന് വില കൂടിയിട്ടില്ല, പക്ഷെ വാണിജ്യ സിലിണ്ടറിന്റെ ക്ഷാമം കാരണം ഹോട്ടലുകളെല്ലാം പൂട്ടി. ഹോട്ടലുകളെല്ലാം അല്ലെങ്കിലും കുറെ ഹോട്ടലുകൾ പൂട്ടി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതാണെങ്കിൽ ഈ അടുത്തിടക്കൊന്നും തീരണ ലക്ഷണവും കാണുന്നില്ല. ട്രംപ് പറയുന്നുണ്ട് ഇപ്പൊ ചർച്ച ചെയ്യും, നാളെ ചർച്ച ചെയ്യും. പുള്ളി ചർച്ച ചെയ്യും എന്ന് പറയുമ്പോ ഷെയർ മാർക്കറ്റ് ഉയരും. അപ്പോ ഇറാനിൽ നിന്ന് അവര് പറയും ഞങ്ങളായിട്ട് യാതൊരു ചർച്ചയും പുള്ളി ഡിസ്കസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പൊ വീണ്ടും ഷെയർ മാർക്കറ്റ് താഴ്ന്നു പോകും. ഇതിന്റെ ഇടയിൽ പുള്ളി കുറെ കാശ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തോ ആവട്ടെ, അത് നമ്മളുടെ വിഷയമല്ല. നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു പ്രതിസന്ധി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നേരിട്ട് ഫ്യൂവൽ പ്രൈസിൽ ബാധിച്ചിരിക്കുന്നു. ബാക്കി ഇനി എന്തൊക്കെ വരുമെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അമേരിക്കക്കാരെയായിരുന്നു. നമ്മൾ തൊട്ടയലൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇങ്ങേര് പോയി ഈ ഇറാനിലൊക്കെ പടക്കം പൊട്ടിച്ച് കളിക്കണം. ഇവിടെ ഭയങ്കര ടാക്സ് ആണ്. 50% വരെ ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. സംഭവം ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. കാനഡയിലായാലും അമേരിക്കയിലാണെങ്കിലും ഒത്തിരി ഫെസിലിറ്റീസ് കിട്ടും. പക്ഷെ ഈ ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നത് ഫ്രീ അല്ല. നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഈ ഫെസിലിറ്റീസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു പങ്ക് ഇപ്പോ മറ്റൊരു രാജ്യത്ത് പോയി യുദ്ധം ചെയ്യാൻ വേണ്ടി ഇങ്ങേര് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതും പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾക്ക് എങ്ങനെ ഈ ഊർജ പ്രതിസന്ധി തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് വരാതെ ഒരു നിവൃത്തിയില്ല. ഹോർമൂസ് കടലൊടുക്ക് കടന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിൽ നമുക്ക് ഇവിടെ എത്തി അതിൽ നിന്ന് പെട്രോൾ, ഡീസൽ, ബാക്കിയുള്ള ഇന്ധനങ്ങളെല്ലാം മാറ്റി റിഫൈൻ ചെയ്ത് മാറ്റി ഉപയോഗിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത് എത്ര നാൾ നമുക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരു കടലിടുക്ക് ക്ലോസ് ചെയ്താൽ പോലും നമ്മളുടെ വീട്ടിൽ പ്രതിസന്ധി വരും, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിന് പ്രതിസന്ധി വരും. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഇപ്പോ അമേരിക്കയിലും കാനഡയിലും സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിന്റെ ഒക്കെ ശേഖരമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള്
എടുത്ത് എന്താ പറയുന്നത്, ഖനനമൊക്കെ ചെയ്താണല്ലോ എടുക്കുന്നത്. ഇത് എടുത്ത് പ്രോസസ് ചെയ്ത് റിഫൈൻ ചെയ്ത് പെട്രോൾ ആക്കുന്നതിനേക്കാളും വില കുറവിൽ ഇത്രയും നാള് നമുക്ക് പുറത്ത് സൗദിയിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്ന ക്രൂഡ് ഓയിൽ കിട്ടിയിരുന്നു. അത് കാരണമാണ് നമുക്ക് ഇവിടെ ഉള്ള റിസർവ്, ക്രൂഡ് ഓയിൽ റിസർവ് ഒന്നും ഉപയോഗിക്കാതിരുന്നത്. ഏത് അമേരിക്കയിലും കാനഡയിലും കേസ് നമ്മൾ അത് വിട്ടേക്കും. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ കേസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയും ഇതുവരെയും ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതലായിട്ടും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സോളാർ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂഫ് ടോപ്പ് സോളാർ സംവിധാനത്തിലേക്ക് എല്ലാവരും മാറാം എന്നുള്ളതാണ്. ഇപ്പൊ പല വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ സോളാർ സെല്ല് ചെയ്യുന്ന ആൾക്കാർ, സോളാർ പ്ലാന്റ് വെക്കുന്ന കമ്പനിയുടെ ആളുകളെല്ലാരും ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ പലപ്പോഴും കാണുമ്പോൾ അവര് കൂടുതൽ ആൾക്കാരും പറയുന്നത് നിങ്ങൾക്കൊരു 2000 രൂപക്ക് മുകളിൽ അല്ലെങ്കിൽ 3000 രൂപക്ക് മുകളിൽ കറണ്ട് ബില്ല് വരുന്നുണ്ട് എങ്കിൽ മാത്രം സോളാർ വെച്ചാൽ മതി എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ഒരു ഡിഫറെന്റ് ആംഗിളിലാണ് കാണുന്നത്. നമ്മൾ ഇപ്പോ ഉപയോഗിക്കുന്ന വൈദ്യുതി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താവരുത് നമ്മൾ സോളാർ പ്ലാന്റ് ഘടിപ്പിക്കേണ്ടത്. ഉദാഹരണം, ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ സോളാർ ചെയ്തിട്ടുണ്ട്. ഞാൻ സോളാർ ചെയ്തതിന് ശേഷം അന്ന് എനിക്ക് ഏതാണ്ട് ഒരു 5000-6000 രൂപയോളം കറണ്ട് ബില്ല് വന്നിരുന്നതാണ് എന്റെ വീട്ടിൽ. സോളാർ ചെയ്തതിന് ശേഷം ആദ്യം ചെയ്ത ഒരു കാര്യം ഗ്യാസ് ഉപയോഗം കുറയ്ക്കുകയും 2 ഇൻഡക്ഷൻ കുക്കർ വാങ്ങി വെക്കുകയും കൂടാതെ മാക്സിമം പാത്രങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കുണ്ടായ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഏകദേശം 2 സിലിണ്ടറോളം യൂസ് ചെയ്തിരുന്ന എന്റെ വീട്ടിൽ വർഷത്തിൽ 3 സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് മാറി. അതായത് നല്ലൊരു സേവിങ്സ്, ഏതാണ്ട് 1500 രൂപയോളം മാസം വന്നിരുന്നത് ഏതാണ്ട് നിസ്സാര തുകയിലേക്ക് മാറി. കൂടി പോയി കഴിഞ്ഞാൽ വർഷത്തിലൊരു 3 സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിലൊരു എത്ര രൂപ വരും? 1000 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ പോലും 3000 ഒരു 200 രൂപയിലേക്ക് മാറുന്നതായിട്ട്. അപ്പൊ 1500 ചെലവായിരുന്നത് ഒരു 200 രൂപയിലേക്ക് അത് മാറി. അപ്പൊ തന്നെ അവിടെ എത്രയും സേവിങ്സ്, 1300 രൂപ സേവിങ്സ് ആയി. അപ്പൊ ഞാൻ പറയുന്നത് അതുകൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സോളാർ വെക്കാനായിട്ട്. ഓരോ വീട്ടിലും ഒരു 3.5 കിലോ വാട്ടിന്റെ എങ്കിലും സോളാർ പ്ലാന്റ് ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് LPG ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു സേവിങ്സ് മാസം ഉണ്ടാവും. ഒരു 1000 രൂപ മാസം ബില്ല് വരുന്നുള്ളൂ വീട്ടിൽ, പക്ഷെ 1500 അല്ലെങ്കിൽ 1000 അഡീഷണൽ LPGക്ക് ചെലവ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു കണക്കെടുക്കും, 1000 രൂപയെ മാസം ബില്ല് വരുന്നുള്ളൂ വീട്ടിൽ. ഒരു 1000 രൂപയുടെയോ 1500 രൂപയുടെ LPG യൂസ് ചെയ്യേണ്ടതായിരിക്കും. 1500 കിട്ടും. അപ്പൊ 2500 രൂപയായി നിങ്ങളുടെ ഒരു മാസത്തെ നേരിട്ടുള്ള ചെലവ്. സോളാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ അടക്കേണ്ടി വരുന്നത് ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള ഏതാണ്ട് 255 രൂപയാണ്. അപ്പോ 2500 നിന്ന് ഏതാണ്ട് 250 രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2250 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് മാസം സേവിങ്സ് ആയിട്ട് വരും. ആ പൈസ വേണ്ട ഒരു ലോൺ എടുത്ത് അതിന്റെ EMI അടച്ച്
3.5 കിലോവാട്ട് സോളാർ പാനൽ വെക്കാനായിട്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 3.5 കിലോവാട്ട് സോളാർ പാനൽ വെക്കുന്നതിന് 78,000 രൂപയോളം സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം രൂപ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ 78,000 സബ്സിഡി കുറച്ചിട്ട് ബാക്കിയുള്ള പൈസക്ക് മാത്രം EMI അടച്ചാൽ മതി. അതും SBI പോലുള്ള ബാങ്കുകൾ 5% പലിശക്ക് പൈസയും കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു സോളാർ ഇതിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള LPG എന്നുള്ളൊരു LPGയുടെ ഉപയോഗം വളരെയധികം കുറയും. കൂടാതെ ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു 50 കിലോമീറ്റർ അപ്പുറം ജോലിക്ക് പോകുന്ന, സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു 2 വീലർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 വീലർ നേരെ ഇലക്ട്രിക് 2 വീലറിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപ വീണ്ടും ചെലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണ കാശ് മതി ഇതിന്റെ EMI അടക്കാനായിട്ട്. അപ്പൊ വീട്ടിൽ സോളാറും വെച്ച് ഇതും വെച്ച് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പോലും വീണ്ടും വൈദ്യുതി ബാലൻസ് ഉണ്ടാവും. അതായത് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സോളാറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓഫ് ഗ്രിഡ് സോളാറിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം അതിന്റെ ബാറ്ററി കോസ്റ്റ് വരുന്നുണ്ട്, അതിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു അധിക ചെലവായിരിക്കും. വേണ്ട, ഓൺ ഗ്രിഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ സോളാർ വെച്ച മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടി കൂടാതെ വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഒരു KCB കണക്ഷൻ ഉള്ള ഒരാള് ഒരു AC ഉപയോഗിക്കുമ്പോൾ കറണ്ട് ഗ്യാസ് കൂടുതലാകും എന്നാലോചിച്ച് വേഗം ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ സോളാർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടി വേണ്ട, ധൈര്യമായിട്ട് ഉപയോഗിച്ചാൽ തീർക്കാം. കാരണം ഇത് ഗവൺമെന്റിലേക്ക് കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാനൊന്നുമില്ല. കാരണം ഏതൊരു ചെറിയ തുക മാത്രമാണ് അവര് തരുന്നത്. ഗ്രിഡിലേക്ക് കൊടുക്കുന്ന പൈസയുടെ ചെറിയൊരു തുക മാത്രമേ നമുക്ക് ഗവൺമെന്റ് തിരിച്ചു തരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ സോളാർ എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെ വരുമ്പോ പെട്രോളിന്റെ ഉപയോഗം കുറയും. നമുക്ക് ക്രൂഡ് ഓയിൽ കൂടുതലായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യം വരണം. ഇത് ഞാൻ പറയണത് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ഇത് പെട്ടെന്ന് ഇതെല്ലാം നടക്കുന്നല്ല, അതായത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഭാവിയിൽ ഈ ക്രൂഡ് ഓയിലിന്റെ ഡിപ്പെൻഡൻസി മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.